വിനീത, ഈ ബാക്കിയുള്ള മുഴുവൻ സീറ്റുകളിലേക്കും ഒരു പ്രഖ്യാപനമാണോ പ്രതീക്ഷിക്കേണ്ടതോ ഒഴിച്ചിടുമോ ഈ കണ്ണൂരും ഒപ്പം അടൂർ പ്രകാശ് മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റുമൊക്കെ വിനീത? ഉന്മേഷ്, ഉറപ്പായും കണ്ണൂരും കോന്നിയും ഒഴിച്ചിട്ട് തന്നെയായിരിക്കും രണ്ടാം ഘട്ട പട്ടിക ഉണ്ടാകുക എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പെരുമ്പാവൂരിലടക്കം അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ മേഖലകളിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് തന്നെയാണ് നിർണായകമാവുക. കണ്ണൂരും കോന്നിക്കും പുറമെ മറ്റ് ചില മണ്ഡലങ്ങൾ കൂടി ഒഴിച്ചിടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്തിമഘട്ട ചർച്ചകളിലേക്ക് എത്തി നിൽക്കുന്നതും ഒപ്പം തന്നെ നിലവിലും തർക്കങ്ങളൊക്കെ നിൽക്കുന്ന ആ മേഖലകൾ, ആ മണ്ഡലങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് ഇപ്പോൾ ചർച്ചകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയായിരിക്കും രണ്ടാം ഘട്ടത്തിലും ഉണ്ടാവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരും കോന്നിയും തന്നെയാണ്. കണ്ണൂരിലേക്ക് വരുമ്പോൾ കെ സുധാകരൻ കടുത്ത നിലപാടുമായി അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ നേതൃത്വം അദ്ദേഹത്തിന് വഴങ്ങുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ തന്നെയാണ് ആദ്യഘട്ടം മുതൽ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. കെ സി വേണുഗോപാലും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഏറെക്കുറെ അദ്ദേഹത്തിന് നേതൃത്വം വഴങ്ങുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. സുധാകരനുമായ ഒരു സമവാക്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ നേതൃത്വം ആലോചിക്കുന്നത്. ഒപ്പം തന്നെ മറുവശത്തേക്ക് വരുമ്പോൾ അടൂർ പ്രകാശ്, നേരത്തെ തന്നെ അദ്ദേഹം കോന്നിയിൽ സ്ഥാനാർത്ഥിത്വം വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സുധാകരന് പുറമെ അടൂർ പ്രകാശിനും ആ ഒരു ഇളവുണ്ടാകുമോ എന്നത് കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ നേതൃത്വം ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഇന്ദിരാഭവനിൽ ഇപ്പോൾ അല്പസമയത്തിനകം ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം അക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇവിടെ ഇപ്പോൾ നിലവിൽ അസം, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗങ്ങൾ കൂടിയാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ അസമിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമായിരിക്കും ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ആരംഭിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ പോകുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഒരല്പം കൂടി വൈകി പട്ടിക പ്രഖ്യാപനത്തിലേക്കടക്കം കടന്നേക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭ്യമായിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോഴും ഡൽഹിയിലുണ്ട്. അദ്ദേഹത്തിന് ഏറെക്കുറെ സീറ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന വിവരം തന്നെയാണ് ലഭ്യമായിരിക്കുന്നത്. അവിടെ ഉല്ലാസ് തോമസിന്റെ പേരും തന്നെയാണ് മുൻതൂക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ ചില ആശങ്കകൾ ഒപ്പം തന്നെ ചില തർക്കങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു പട്ടികയിലേക്ക് കടന്നേക്കും. അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, വിനീത വിജിയാണ് ഡൽഹി AICC ആസ്ഥാനത്തിന് മുൻപിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.